ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാലക്കാട് കൊടുമ്പ് സ്വദേശിയായ 62-കാരനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള രാമവർമ്മപുരം EMS ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തെ ചൊല്ലി ഫ്ളാറ്റ് നിവാസികൾ തമ്മിൽ തർക്കം. കുന്നംകുളത്ത് അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി റവന്യൂ മന്ത്രി K. രാജൻ. പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN. നാഗരാജ്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. റോഡ് അപകടങ്ങൾ പെരുകുന്നു. ദേശീയപാത ആമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി സ്വദേശിനി സിജിയാണ് മരിച്ചത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. 62-കാരനായ പാലക്കാട് കൊടുമ്പ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ചയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗ ഉറവിടം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് ജലസ്രോതസ്സുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. അതേസമയം രോഗം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശിനിയാണ് മരിച്ചത്. ഇതോടെ കഴിഞ്ഞ 11 ദിവസത്തിനിടെ 3 പേരാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. രാമവർമ്മപുരം EMS ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം നിർവഹിച്ചു. EMSന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ കഴിയുന്നവരോട് 10 വർഷമായി കോർപ്പറേഷൻ ഭരിക്കുന്ന CPM കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ആ മുഖ്യമന്ത്രിയുടെ EMSന്റെ പേരിലുള്ള ഫ്ളാറ്റിനെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ അവഗണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ ഭരിക്കുന്ന CPM ഭരണസമിതി, ഇടത് ഭരണസമിതി ഈ വിഷയം കണ്ടിട്ടും കാണാതെ പോകുന്നു എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ താമസിക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല, അവിടെ എല്ലാ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളുമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ CPM ആണ് ജയിക്കുന്നത്. അതുതന്നെയാണ് അവർ ഇതിനെ അവഗണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ, DCC സെക്രട്ടറി P. ശിവശങ്കരൻ, മുൻ കൌൺസിലർ ഗ്രേസി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള രാമവർമ്മപുരത്തെ EMS ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണയെ തുടർന്ന് ഫ്ളാറ്റ് നിവാസികൾ തമ്മിൽ തർക്കം. 10 വർഷത്തോളമായി തിരിഞ്ഞു നോക്കാത്ത കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രംഗത്ത് വന്നത് വോട്ടിൽ കണ്ണും നട്ടാണെന്ന് ആരോപിച്ചായിരുന്നു LDF പ്രവർത്തകർ ഫ്ളാറ്റ് അങ്കണത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കിച്ചത്. തർക്കം സംഘർഷമായി മാറുമോ എന്ന ആശങ്കയെ തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന വിയൂർ പോലീസ് ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. ഇതിന്റെ ഉള്ളില് ഒരു പ്രശ്നം വരുമ്പോ ആരെവിടെ വരാന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ പണി ചെയ്യാൻ ഞാൻ
മനസ്സിലായോ? ഒരു പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണ പണി ചെയ്യാം. ഞങ്ങൾ ചെയ്യൂ, ഞങ്ങൾ ചെയ്യും. നിങ്ങളൊന്നും ഉണ്ടാക്കാവല്ലേ, നിങ്ങളൊന്നും ഉണ്ടാക്കാവല്ലേ, നിങ്ങളൊന്നും ഉണ്ടാക്കാവല്ലേ. വികസന സദസ്സുകളിൽ അവകാശവാദങ്ങൾ കൊഴുക്കുമ്പോഴും മാലിന്യച്ചാലിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ പുനരധിവസിപ്പിച്ച കുടുംബങ്ങളെ വീണ്ടും മാലിന്യം വേട്ടയാടുന്നു. രാമവർമ്മപുരം EMS ഫ്ളാറ്റിലെ കുടുംബങ്ങൾ നേരിടുന്നത് അതീവ ശോചനീയ സാഹചര്യം. വീടിന്റെ ഫുള്ള് വീഴലാ. അടുത്ത കൊല്ലം മഴ പെയ്ത ആ ഫ്ലാറ്റ് നിലത്ത് വീഴും. ഈ 12 കുടുംബങ്ങളും ചത്തുപോകും. അതുണ്ടാവാൻ പോണത്. ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കുണ്ടിൽ കിടക്കണം. കൊച്ചു മക്കളടക്കം വന്ന് കിടക്കാം അവിടെ. ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് അവരെന്തിനാ തന്നെ കൊല്ലാനാ? ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് തന്നവര് കൊല്ലാനാ? അത് വേണ്ട ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ്. തൃശൂർ കോർപ്പറേഷൻ ദിവാഞ്ചിമൂല ചേരിയിൽ നിന്ന് രാമവർമ്മപുരം EMS സ്നേഹഭവൻ ഫ്ളാറ്റിലേക്ക് മാറ്റിപ്പാർപ്പിച്ച 60-ലേറെ കുടുംബങ്ങളാണ് വീണ്ടും മാലിന്യത്തിലും സുരക്ഷാ ഭീഷണിയിലും ദയനീയ സ്ഥിതിയിലായിരിക്കുന്നത്. ഞങ്ങൾ കുറെ നാളായി ഈ തീട്ടവെള്ളം അനുഭവിച്ച് ജീവിക്കണം. ഞങ്ങളെല്ലാവരോടും പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവിടെ മീറ്റിംഗ് വെച്ചപ്പോൾ ആ മേഡം പറഞ്ഞു തന്നിട്ടെന്നറിയോ, നിങ്ങൾക്ക് എപ്പോഴും മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അവരാരവിടെ നിന്ന് വെള്ളം പോകണത് അവരാരും നന്നാക്കണം. അത് ഞങ്ങളിങ്ങനെ ചെയ്തു തരണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് എന്താ കാര്യമുള്ള, ഞങ്ങൾ നിങ്ങളെല്ലാം അടുത്ത് മുനിസിപ്പാലിറ്റി മേയറല്ലേ ലോട്ടിന് വരുന്നത്, നിങ്ങളല്ലേ വരുന്നത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ വെള്ളം പോണത് വയ്യാണ്ട് കിടക്കണ ഒരാളുണ്ട്. ആ ജനല തുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവരും കൊച്ചു കുട്ടികളൊക്കെ കയറി പോകണത് വല്ല അസുഖം വന്നാൽ എന്താ തീട്ട വെള്ളമാണ് പോണത്. നിങ്ങൾക്ക് ഈ വീട് പതിച്ച് തരാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത് പതിച്ച് തന്നാൽ നിങ്ങളിത് വിറ്റ് പോവും. അപ്പോൾ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കുണ്ടിൽ കിടക്കണം. ഞങ്ങൾക്ക് ആര് സഹായിക്കണോ അവരടുത്തല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത്. ഫ്ളാറ്റുകളിൽ നിന്ന് ചോർന്നൊലിക്കുന്ന സെപ്റ്റിക് മലിനജലം ചവിട്ടാതെ ഫ്ളാറ്റുകളിൽ പ്രവേശിക്കാനാകാത്ത സ്ഥിതിയാണ്. ഫ്ളാറ്റിനകത്തേക്ക് പോലും മലിനജലം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. ഫ്ലാറ്റിന്റെ ടാപ്പ് തുറന്നിട്ട് പോണതുകൊണ്ട് ചുമരിന്റെ അടിക്കൂടെ ഈ ശ്രീയുടെ അടിക്കൂടെ പോകുന്നുണ്ട് വെള്ളം. അവർ ടാപ്പ് ഊരിട്ടല്ല അടിക്കൂടെ പോണത്. അപ്പൊ ഇവരുടെ പണിയുടെ എടുക്കണത് അത് ഇവരുടെ പണിയുടെ എടുക്കത് ഇങ്ങനെയൊക്കെ ചോർന്നൊലിക്കുന്നത്. പതിച്ച് തരില്ല അവരെന്ന് പറഞ്ഞു. അതൊന്നുമില്ല. ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളം കാശ് അടയ്ക്കണം, ഒക്കെ ഞങ്ങൾ ചെയ്യണം. ഈ കക്കൂസ് കാര്യം വന്നപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ചത്. അതുവരെ ഞങ്ങൾ ഇവർ ചെയ്യണമെന്ന് നോക്കിയിരുന്നു സംഭാഗമായിരുന്നു വെച്ചിട്ട്. ഗുണനിലവാരം കുറഞ്ഞ നിർമ്മിതിയായതിനാൽ ഫ്ളാറ്റിന്റെ ചുവരുകൾ പലയിടത്തും വിണ്ട് കീറിക്കഴിഞ്ഞു. മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റ് കാര്യക്ഷമമല്ലാതായിട്ട് നാളുകൾ ഏറെയായി. പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാര നടപടികൾക്ക് കോർപ്പറേഷൻ തയ്യാറായിട്ടില്ലെന്നാണ് ഫ്ളാറ്റ് നിവാസികളുടെ പരാതി. ഫ്ലാറ്റിന് ഞങ്ങൾക്ക് ടൈല് പണി കഴിച്ചു തന്നതാ. പക്ഷെ ഈ ടൈലിന്റെ ഉള്ളിൽ വെള്ളം പാത്രം കഴുകി അകത്തേക്ക് വെള്ളം എടുക്കും. തുണികൾ മാറ്റി ഇട്ടിട്ട് ഉണക്കിയിട്ട് വേണം ഞങ്ങൾ അകം ഉണക്കെടുക്കണത്. ഇതേപോലെ ഓരോ കുട്ടികളുണ്ട്. വീടിന്റെ ഫുള്ള് വീഴലാ. അടുത്ത കൊല്ലം മഴ പെയ്ത ആ ഫ്ലാറ്റ് നിലത്ത് വീഴും. ഈ 12 കുടുംബങ്ങളും ചത്തുപോകും. അതുണ്ടാവാൻ പോണത്. ഫ്ലാറ്റിനുള്ളിൽ നോക്കൊക്കെ കംപ്ലീറ്റ് വിള്ളലാ. ഒരു വിള്ളലില്ലാത്ത സ്ഥലമില്ല. ഞങ്ങൾ പിന്നെ കുട്ടികൾക്ക് താമസിക്കാനും പറ്റില്ല. ഒരു റൂമുണ്ട്. റൂമെന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് തട്ടി ഇവിടെ കേൾക്കാം, ഇവിടെ നിന്ന് തട്ടി അവിടെ കേൾക്കാം. ഇതാണ് ഞങ്ങൾക്ക് തകർക്കണ ഫ്ലാറ്റ്. അടുക്കള എന്ന് പറയാൻ പറ്റില്ല. അടുക്കളയിൽ ഒരാൾ നിന്ന് ഒരാൾക്ക് കടക്കാൻ പറ്റില്ല. ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക്. ആദ്യം ആ തീട്ട ഹൗസാണ് ശരിയാക്കി തരാം. ഈ ചോർച്ചയുടെ കാര്യം വലുത് ചെയ്തു തരാം. വിള്ളലിൽ നിൽക്കുന്നത് മുഴുവൻ എന്തെങ്കിലും ചെയ്തു തരാം. അത് മാത്രം ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മാറ്റി താമസിപ്പിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉടമസ്ഥാവകാശം നൽകിയിട്ടില്ലാത്ത ഫ്ളാറ്റ് അതീവ ശോചനീയാവസ്ഥയിലായിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോഹന വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരികയാണെന്ന ആക്ഷേപവും നിലവിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിന്റെ കവാടത്തിൽ കുടുംബസമേതം സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് EMS ഫ്ളാറ്റിലെ കുടുംബങ്ങൾ. തീരുമാനം നിങ്ങൾ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ അവരുണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഓരോ വോട്ടും ചെയ്യില്ല. ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലുണ്ടാവും. എല്ലാ പിള്ളേരും ഉണ്ടാവും. കൊച്ചു മക്കളടക്കം വന്ന് കിടക്കാം അവിടെ. ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് അവരെന്തിനാ തന്നെ കൊല്ലാനാ? ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് തന്നവര് കൊല്ലാനാ? അത് വേണ്ട ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ്.
കുന്നംകുളത്ത് മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒഡീഷ സ്വദേശി ധരംബീർ സിംഗിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർ കുപ്പി പൊട്ടിച്ച് ഘനശ്യാം നായിക്കിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുൻപാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത്. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ പക്ഷിമൃഗാദികളെ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നും മന്ത്രി TCVയോട് പറഞ്ഞു. ഈ മാസം 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് വൻ ജനകീയ പങ്കാളിത്തത്തോടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. വൻ വികസന സാധ്യതകളാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ സുവോളജിക്കൽ പാർക്ക് വരുന്നതോടുകൂടി പുത്തൂർ എന്ന സ്ഥലത്തിൻ്റെയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു മുന്നേറ്റമായിരിക്കും ഇതുണ്ടാവുക. അപൂർവ ഇനം പക്ഷിമൃഗാദികളെ കൂടുതലായി എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. വിദേശത്തു നിന്ന് വരേണ്ട 4 മൃഗങ്ങളുണ്ട്. അനാക്കോണ്ട, ജിറാഫ്, സീബ്ര, 4 തരം പക്ഷികൾ. അതെല്ലാം കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നേരത്തെ കരുതിയതിൽ നിന്ന് വലിയ ഒരു മാറ്റത്തിലേക്ക് പോയി. സുവോളജിക്കൽ പാർക്കിന്റെ വികസനം അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ്. വെർച്വൽ പാർക്കും പെറ്റ്സും സമാനതകളില്ലാത്ത അനുഭവം സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 തവണ 45 മിനിറ്റ് കൊണ്ടൊരു സഞ്ചാരിക്ക് യാത്ര ചെയ്യാവുന്ന ഒരു പ്രത്യേക സംവിധാനമാണിത്. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളതിൻ്റെ 3D പ്രസൻറ്റേഷനും അതുമായി ബന്ധപ്പെട്ടതെല്ലാം കണ്ടു. അങ്ങോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാവുക ഒരു ആഫ്രിക്കൻ സൂ സഫാരിക്ക് പോയിട്ടുള്ള അനുഭവങ്ങളാണ്. തിരിഞ്ഞ് അതേ ടണലിലൂടെ തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ജുറാസിക് പാർക്കിൽ എത്തിച്ചേർന്ന അനുഭവം. വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യൻ സഫാരിയുടെ അനുഭവം. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ഓവർഹെഡ് സൂ, തലയ്ക്കും ഇതേ മൃഗങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവങ്ങളിലൂടെ വന്ന് നമ്മൾ ഈ ടണൽ ക്രോസ് ചെയ്യുമ്പോൾ, ടണൽ വിട്ടുപോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരുപാട് മൃഗങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് ഒരു സെൽഫി കൂടി എടുത്ത് യാത്രക്കാരൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ ചിത്രം അയച്ചു തരാവുന്ന വിധത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോളോഗ്രാം സൂ. സുവോളജിക്കൽ പാർക്കിന്റെ വികസനത്തിന് തുടക്കം മുതലൊപ്പം നിന്ന TCVക്ക് മന്ത്രി നന്ദി അറിയിച്ചു. ഇത് കേവലം പുത്തൂരിൻ്റെയും വല്ലൂരിൻ്റെയും മാത്രമല്ല, തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന ജില്ലയുടെ തന്നെ സമാനതകളില്ലാത്ത വികസനത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതുകൊണ്ട് തൃശ്ശൂരിൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള TCVക്കും വലിയ പങ്ക് ഈ കാര്യത്തിലുണ്ട്. ക്യാമറമാൻ റോയ്ക്കൊപ്പം KB ലിബീഷ്, TCV, തൃശ്ശൂർ. ഈ മാസം 28-ന് ഉദ്ഘാടനത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN നാഗരാജ് അറിയിച്ചു. ഇതിനായി പാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ നൽകണം. വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകും. റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവർക്കും അപേക്ഷിക്കാം. ജനുവരി മുതൽ പൂർണ്ണതോതിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുമെന്നും ഡയറക്ടർ TCVയോട് പറഞ്ഞു. 1-ാം തീയതി മുതൽ തന്നെ സെലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരും ആവാം. ഇപ്പോൾ സ്കൂൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളെയാണ്. സ്കൂൾ കുട്ടികൾ, കോളേജിലെ കുട്ടികൾ, പിന്നെ ഓഫീസേഴ്സ്, റെസിഡൻസ് അസോസിയേഷൻസ്, പിന്നെ അല്ലാതെ തന്നെ സംഘടനകളുണ്ടാവും, NGOs ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവർക്കെല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള സ്ലോട്ട് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആദ്യം എണ്ണം കുറവായിരിക്കും, ഒരു 50-100 വരെ കയറ്റുള്ളൂ. അടുത്ത ദിവസം 100-150 ആവും, 200 ആവും. അങ്ങനെ ഈ ഗ്രാജുവലായിട്ട് കൂട്ടി 2 മാസം കൊണ്ട് നമുക്കിതിനകത്ത് ഈ ഫുൾ
ഫ്ലഡ്ജിൽ വരുന്ന ഫുൾ ആൾക്കാരെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം വരും. ആ മാറ്റം വരുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ മൃഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയാനും പറ്റും. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ആ ഫീൽഡിലും ആ വിസിറ്റിംഗ് പാത്തിലും അതിൻ്റെ ഈ എക്സിബിറ്റ് ഏരിയയിലും നടത്തിയതിന് ശേഷമാണ് നമ്മൾ തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സ്റ്റോഴ്സിലാണ് ഞായറാഴ്ച പുലർച്ചെ 5:30 തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിൽ നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനിടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ എണ്ണയ്ക്കും മറ്റും തീപിടിച്ചതിനാൽ അപകടത്തിന്റെ ആഘാതം വർദ്ധിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേശീയപാത ആമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി പന്തല്ലൂർ കാരണത്ത് വീട്ടിൽ ജോഷിയുടെ ഭാര്യ 45 വയസ്സുള്ള സിജിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 അപകടം. ഭർത്താവിനൊപ്പം പോകുന്നതിനിടെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ സിജിയുടെ തലയിൽ സ്വകാര്യ ബസിന്റെ പിൻചക്രം ഇടിക്കുകയായിരുന്നു. ബസ് പുറകിലേക്കെടുത്താണ് സിജിയെ പുറത്തെടുത്തത്. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ആയുർവേദ കമ്പനിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജി ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള പാതയുടെ പ്രവേശന ഭാഗത്താണ് അപകടമുണ്ടായത്. നേരിയ ഗതാഗത കുരുക്കിനിടെ ഡ്രെയിനേജിന് മുകളിലൂടെ പോയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതേ ദിശയിൽ വന്നിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്കാണ് സിജി വീണത്. കാക്കാത്തിരുത്തി പള്ളിവളവിൽ ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയാണ് പള്ളിവളവിൽ വെച്ച് എതിരെ വന്നിരുന്ന കാറിലിടിച്ചത്. എടത്തിരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പാലുവായി പനക്കൽ വീട്ടിൽ എർണസ്റ്റയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് കൈക്കുളങ്ങരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കടങ്ങോട് മനപ്പടി സ്വദേശിയായ ബാബു, മങ്ങാട് പാക്കത്ത് വീട്ടിൽ സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത ആമ്പലൂരിൽ കാറിടിച്ച് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. നന്മണിക്കര വലിയ പറമ്പിൽ 81 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. ദേശീയപാത മുറിച്ചുകടക്കുകയായിരുന്ന രവീന്ദ്രനെ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ആശുപത്രികൾക്കും അങ്കണവാടികൾക്കും പുറമെ റെയിൽവേ, KSRTC സ്റ്റേഷനുകളിലും പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് പ്രത്യേക സൗകര്യം ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയിരുന്നു. മരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളാനിക്കര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാമി മോഹൻ റാത്തോഡ് എന്നിവർ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, RCH ജില്ലാ ഓഫീസർ ഡോക്ടർ NA ഷീജ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. പേരാമംഗലത്ത് 2 ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിശ്വജിത് ബയനെയാണ് പേരാമംഗലം SHO KC രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചിറ്റിലപ്പള്ളി പഴമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ചിറ്റിലപ്പള്ളി പണിക്കപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചലോഹ നിർമ്മിതമായ തിടമ്പും 300 ഗ്രാമോളം തൂക്കം വരുന്ന വെള്ളിമാലയും 200 ഗ്രാമോളം തൂക്കം വരുന്ന വെള്ളി മുഖക്കാപ്പും ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരവുമാണ് മോഷണം പോയത്. ക്ഷേത്രത്തിലെ CCTV തകർത്ത നിലയിലായിരുന്നു. ശ്രീകോവിൽ പൊളിച്ചാണ് പ്രതി അകത്ത് കടന്നത്. മാള പുത്തഞ്ചിറയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ മാല കവർന്ന പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ആദിത്യനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു കവർച്ച നടന്നത്. അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി ജയശ്രീയുടെ വായയും മൂക്കും പൊത്തിപ്പിടിച്ച ശേഷമാണ് കഴുത്തിലുണ്ടായിരുന്ന 6 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചത്. ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ചിരട്ടയിൽ വിസ്മയങ്ങളായ മനോഹര ശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് വടൂക്കര സ്വദേശി പ്രതാപ് മോഹനൻ. ഇതിൽ ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ഏറെ ആകർഷകമായത്. വടൂക്കര സ്വദേശി ഏഴാപ്പുള്ളി വീട്ടിൽ പ്രതാപ് മോഹനനാണ് ഒഴിവു സമയങ്ങളിൽ ചിരട്ടയിൽ വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾ തീർത്ത്
ശ്രദ്ധേയനായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതാപിന്റെ കരവിരുതിൽ ഇതൾ വിരിഞ്ഞ തിരുവനന്തപുരം ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത്. 1.5 അടി ഉയരമുള്ള ഈ മനോഹര ശില്പം 3 മാസമെടുത്താണ് ഇദ്ദേഹം പൂർത്തീകരിച്ചത്. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ 8 വർഷമായി ചിരട്ടയിൽ ഇദ്ദേഹം ശില്പങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട്. കൈകൊണ്ട് ചിരട്ട ചെത്തിമിനുക്കി മുറിച്ച ശേഷം പശ ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ശിവലിംഗം, കാളി, കാലഭൈരവൻ, വീണ, പക്ഷി, ബോട്ട്, പല്ലി, മീൻ, തവള, ഗിത്താർ തുടങ്ങി നിരവധി ചിരട്ട ശില്പങ്ങളാണ് പ്രതാപിന്റെ കൈകളിലൂടെ ഇതൾ വിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി ഞാനിപ്പോൾ ഈ ഒരു കല തുടങ്ങിയിട്ട് നമുക്ക് ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ തോന്നുന്ന ഒരു കൗതുകം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്ത് തുടങ്ങിയത്. തിരുവനന്തപുരത്തുള്ള ആഴിമല ഗംഗാധരേശ്വര ശില്പം അതൊരു 3 മാസത്തെ കഷ്ടപ്പാടാണ്. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ കണ്ടിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാളിദേവി, കാലഭൈരവൻ എന്നീ ശില്പങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കുറച്ചുകാലം കുടുംബത്തോടൊപ്പം വിദേശത്തായിരുന്ന പ്രതാപ് ഇപ്പോൾ നാട്ടിലുണ്ട്. അമ്മയും 2 സഹോദരന്മാരും ഭാര്യയും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും കൂട്ടിനുണ്ട്. ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പം നിർമ്മിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ് ഈ യുവ കലാകാരൻ. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കൊരട്ടിമുത്തിയുടെ തിരുനാളിന് അഭൂതപൂർവമായ ജനത്തിരക്ക്. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ആയിരങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് മുത്തിയുടെ രൂപം വിശ്വാസികൾക്ക് തൊട്ടുവണങ്ങാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. പൂവൻകുല വഴിപാടിനും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിപിൻ വേരൻപിലാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അങ്ങാടി ചുറ്റി നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. കുട്ടനല്ലൂർ വാരിയം ലൈനിൽ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന വയോധികയുടെ 1.5 പവന്റെ മാല ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നു. സിന്ധു നിവാസിൽ അച്യുത വാര്യർ ഭാര്യ ജലജിയുടെ മാലയാണ് കവർന്നത്. ചുവന്ന കളർ ബൈക്കിൽ വന്ന സംഘമാണ് മാല കവർന്നത്. ഉല്ലൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ കടയിൽ നിന്ന് കത്തികൾ എടുക്കാൻ ശ്രമിച്ചതിന് ചോദ്യം ചെയ്ത കടയുടമയെ ആക്രമിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമലേശ്വരം വയലാർ നാലുമാക്കൽ വീട്ടിൽ മുരളീധരനെ ആക്രമിച്ച കേസിൽ ലോകമലേശ്വരം ആശാൻ പറമ്പ് പുളിക്കലകത്ത് വീട്ടിൽ അസറുദ്ദീൻ, എടവിലങ്ങ് പേരകത്ത് വീട്ടിൽ മിഹാസ്, എറിയാട് കൊല്ലത്ത് വീട്ടിൽ ഫർസാൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടുപറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വെളുത്തപുരയ്ക്കൽ 75 വയസ്സുള്ള കുഞ്ഞയ്യപ്പനാണ് മരിച്ചത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞയ്യപ്പനെ കണ്ടിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മതിലകം പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ബസിൽ ഫിക്സ് വന്ന വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ മാതൃകയായി. തൃശൂർ ആറങ്ങോട്ടുകര റൂട്ടിലോടുന്ന മോജോമോൻ ബസ്സിലെ കണ്ടക്ടർ ബനീഷും ഡ്രൈവർ സലീമുമാണ് ഫിക്സ് വന്ന വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ വിദ്യാർത്ഥിക്ക് പ്രാഥമിക പരിചരണം നൽകിയ ശേഷം ബസ്സിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കൾ എത്തുന്നതുവരെ ബസ്സിലെ സ്ഥിരം യാത്രികനായ അർജുൻ കൂട്ടിരുന്നു. സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ +2 വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെത്തിച്ച് ബസ് തൊഴിലാളികൾ മാതൃകയായി. ചേലക്കര എളനാട് റോഡിൽ സർവീസ് നടത്തുന്ന കീർത്തന ബസ്സിലെ ഡ്രൈവർ പ്രദീപ്, കണ്ടക്ടർ തോമസ് എന്നിവരാണ് വിദ്യാർത്ഥിനിയെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്.
ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി അയ്യന്തോൾ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ സംഘടിപ്പിച്ച 41ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് E.G. സത്യപ്രകാശ് ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ഉണ്ണികൃഷ്ണൻ, ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കുര്യൻ ഗുരുക്കൾ, ട്രഷറർ വി കെ സത്യൻ ഗുരുക്കൾ, ജോയിന്റ് സെക്രട്ടറി ബാലൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ 35ഓളം കളരികളിൽ നിന്നായി 500ഓളം മത്സരാർത്ഥികൾ മെയ്പയറ്റ്, ചവിട്ടിപ്പൊങ്ങൽ, ഉറുമി വീശൽ, കൈപ്പൂര് തുടങ്ങിയ ഇനങ്ങളിൽ മാറ്റുരച്ചു. ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകി പാകം വന്ന മനുഷ്യർ യുവതലമുറയോട് സംവദിക്കുമ്പോൾ അതവർക്ക് 100 പുസ്തകങ്ങൾ വായിച്ച അനുഭവമായി മാറുന്നുവെന്ന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പറഞ്ഞു. മനുഷ്യ ഗ്രന്ഥാലയം 1ാം അധ്യായം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി ഭാനുമതി, അധ്യാപിക ഡോക്ടർ MV അമ്പിളി, അഡ്വക്കേറ്റ് AD ബെന്നി, പരിസ്ഥിതി പ്രവർത്തകൻ AV ചന്ദ്രൻ, ഡോക്ടർ V ബിന്ദു എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,390 രൂപ, പവന് 91,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാലക്കാട് കൊടുമ്പ് സ്വദേശിയായ 62-കാരനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള രാമവർമ്മപുരം EMS ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരത്തെ ചൊല്ലി ഫ്ളാറ്റ് നിവാസികൾ തമ്മിൽ തർക്കം. കുന്നംകുളത്ത് അതിഥി തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി റവന്യൂ മന്ത്രി K. രാജൻ. പൊതുജനങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ഡയറക്ടർ BN നാഗരാജ്. വടക്കാഞ്ചേരിയിൽ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. റോഡ് അപകടങ്ങൾ പെരുകുന്നു. ദേശീയപാത ആമ്പലൂരിൽ സ്കൂട്ടറിൽ നിന്ന് ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിച്ചു. നെല്ലായി സ്വദേശിനി സിജിയാണ് മരിച്ചത്. ഗുരുവായൂർ പാലുവായിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് യുവാവിന് പരിക്ക്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.